യുവതിയെ ക്രൂരമായി പീഡിപ്പിക്കുകയും അശാസ്ത്രീയ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുകയും ചെയ്ത കേസിലെ പ്രതി രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്കായി പോലീസ് അന്വേഷണം ഊർജിതം. യുവതി പരാതി നൽകിയതിന് പിന്നാലെ ഒളിവിൽ പോയ രാഹുലിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. പാലക്കാട് UDF തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിലാണ് രാഹുൽ മുങ്ങിയത്. അതിനിടെ രാഹുലിന് ജാമ്യം കിട്ടാനുള്ള സാധ്യതയില്ലെന്ന നിയമോപദേശം പോലീസിന് കിട്ടിയിട്ടുണ്ട്. ഗർഭചിത്ര കുറ്റത്തിൽ മതിയായ തെളിവുണ്ടെന്നാണ് വിലയിരുത്തൽ. ഗർഭിണിയായതിന്റെ ഉത്തരവാദിത്തം ഭർത്താവിനെന്നാണ് ജാമ്യാപേക്ഷയിലെ വാദം. വിവാഹബന്ധം വേർപ്പെടുത്തി 5 മാസത്തിനു ശേഷമാണ് രാഹുലുമായുള്ള സൗഹൃദമെന്നും വിവാഹ വാഗ്ദാനം നൽകിയാണ് പീഡിപ്പിച്ചതെന്നുമാണ് യുവതിയുടെ മൊഴി. സുഹൃത്തായ ജോബി ജോസഫ് വഴി ഗർഭചിത്രത്തിനുള്ള മരുന്ന് എത്തിച്ചതെന്തിന് എന്ന മറുപടിയും രാഹുൽ നൽകേണ്ടി വരും. സൗഹൃദം കാരണം കൊടുത്തതാണെന്ന് വാദിച്ചാൽ അത് നിലനിൽക്കില്ല. രാഹുൽ ഗർഭചിത്രത്തിന് മരുന്ന് കഴിക്കാൻ നിർബന്ധിക്കുന്നതിന്റെയും ഭീഷണിപ്പെടുത്തുന്നതിന്റെയും ശബ്ദ സന്ദേശം തെളിവായിട്ടുണ്ട്. എന്നാൽ യുവതി ജോലി ചെയ്യുന്ന സ്ഥാപനം പരാതി കൊടുക്കാൻ ആവശ്യപ്പെടുന്നുവെന്ന ശബ്ദ സന്ദേശം തന്റെ കയ്യിലുണ്ടെന്ന് രാഹുൽ പറയുന്നുണ്ട്. കോടതിയിലും ഇത് സമർപ്പിച്ചു എന്നാണ് സൂചന. ഇത് ശരിയാണെങ്കിൽ സമ്മർദ്ദ ഫലമായിട്ടാണ് പെൺകുട്ടിയുടെ പരാതിയെന്ന വാദം രാഹുലിനെ തുണച്ചേക്കാം. ഇതാണ് ജാമ്യം കിട്ടുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ക്യാമ്പ് വിശ്വസിക്കാനുള്ള പ്രധാന കാരണം. എന്നാൽ ആ വാദമൊന്നും നിലനിൽക്കില്ലെന്നാണ് പോലീസിന് കിട്ടിയ നിയമോപദേശം. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ബുധനാഴ്ച പരിഗണിക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ 1-ാം പ്രതിയും ഗർഭചിത്രത്തിന് മരുന്നെത്തിച്ച മാങ്കൂട്ടത്തിലിന്റെ സുഹൃത്ത് പത്തനംതിട്ട അടൂർ സ്വദേശി ജോബി ജോസഫ് 2-ാം പ്രതിയുമാണ്. ജീവപര്യന്തം തടവ് ശിക്ഷ വരെ കിട്ടാവുന്ന ബലാത്സംഗ കുറ്റമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ ചുമത്തിയിട്ടുള്ളത്. അതിജീവിതയുമായി പലതവണ ബന്ധമുണ്ടായെന്നും തന്റെ ഫോൺ കോളുകൾ, ചാറ്റുകൾ എന്നിവ യുവതി റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചെന്നും ജാമ്യാപേക്ഷയിൽ രാഹുൽ പറയുന്നു. ഇതോടെ പുറത്തുവന്ന ശബ്ദം AI അല്ലെന്ന് വ്യക്തമായി. യുവതി മരുന്ന് കഴിച്ചതായി വീഡിയോ കോളിലൂടെ ഉറപ്പാക്കുന്നുണ്ട്. മറ്റൊരു വാട്സപ്പ് ചാറ്റിൽ എനിക്ക് നിന്നെ ഗർഭിണിയാക്കണം, നമ്മുടെ കുഞ്ഞ് വേണം എന്ന് മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ട്. യുവതിയെ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ശബ്ദരേഖയും പുറത്തു വന്നിരുന്നു. ഇത് രാഹുലിന് വിനയാകുമെന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ഗർഭചിത്രത്തിനുള്ള മരുന്ന് കൈവശപ്പെടുത്തുന്നത് ക്രിമിനൽ കുറ്റമാണ്. മരുന്ന് നൽകിയ കടയുടമയും നിർദ്ദേശിച്ച ഡോക്ടറും ഉൾപ്പെടെ പ്രതിയാകും. അശാസ്ത്രീയമായ ഗർഭചിത്രത്തിന് ഭാരതീയ ന്യായ സംഹിത 89 പ്രകാരം ജീവപര്യന്തം തടവോ 10 വർഷം വരെ തടവോ പിഴയോ ശിക്ഷയായി ലഭിക്കും. ജീവന് ഭീഷണിയുള്ള മരുന്ന് കഴിക്കാൻ നിർബന്ധിക്കുന്നത് BNS 123 പ്രകാരം 10 വർഷം തടവ് ലഭിക്കാവുന്ന കുറ്റമാണ്. പ്രതിയുടെ സുഹൃത്ത് ജോബി ജോസഫിനും ഈ കുറ്റം ബാധകമാണ്. ഈ സാഹചര്യത്തിലാണ് രാഹുൽ ഒളിവിൽ തുടരുന്നത്. കീഴ്ക്കോടതികൾ ജാമ്യം നിഷേധിച്ചാൽ നിയമ പോരാട്ടം സുപ്രീം കോടതി വരെ നീട്ടാനാണ് മാങ്കൂട്ടത്തിലിന്റെ തീരുമാനം.